നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണം. നമ്മൾക്ക് 2000 രൂപ അയക്കുമ്പോ അതിൽ നിന്ന് 2000 പൈസ പോലും നഷ്ടപ്പെടാതെ, പൈസ നഷ്ടപ്പെടാതെ കർഷകരുടെ കൈകളിലേക്ക് വരുന്നില്ലേ? PM കിസാൻ സമ്മാൻ നിധിയുടെ പൈസ അത് കിട്ടിയ ആളുകളോടല്ലേ? ഇഷ്ടംപോലെ ആളുകളില്ലേ? 21ാമത്തെ ഗഡുവും നൽകിക്കഴിഞ്ഞു പ്രധാനമന്ത്രി. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരെ അഭിനന്ദിക്കാൻ, അതിനുവേണ്ടി കർഷകന് നൽകുന്ന പ്രധാനമന്ത്രിയുടെ സമ്മാനം. അങ്ങനെ എല്ലാ മേഖലകളിലും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, നരേന്ദ്രമോദിജി 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്ത് ആകമാനമുണ്ടായിരുന്നത് 74 എയർപോർട്ടുകളായിരുന്നു. 65 വർഷ കാലഘട്ടം കൊണ്ട് കോൺഗ്രസുകാരൻ ഭരിച്ച UPA ഭരിച്ചിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നത് 74 എയർപോർട്ടുകളായിരുന്നു. എങ്ങനെ 6.5 പതിറ്റാണ്ടിൽ. എന്നാൽ നരേന്ദ്രമോദിജി 2014 മുതൽ ഈ 2025 അവസാന കാലാംശത്തിൽ നാം ഭാരത മഹാരാജ്യത്തിൽ ജീവിക്കുമ്പോ ആ 74 എയർപോർട്ടുകളുടെ കൂടെ 75 എയർപോർട്ടുകൾ പുതുതായി പണിത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തത് ഈ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വലമായ വികസന വിപ്ലവത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിയുന്നുണ്ടോ? 65 വർഷം കൊണ്ട് കോൺഗ്രസുകാരൻ ഈ രാജ്യത്ത് പണിതുയർത്തിയത് 387 മെഡിക്കൽ കോളേജുകളായിരുന്നുവെങ്കിൽ 2025 അവസാന സന്ദർഭത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ 816 മെഡിക്കൽ കോളേജുകൾ ഭാരത മഹാരാജ്യത്തിലുണ്ട്. ഈ 2014 മുതൽ 2025 കാലഘട്ടത്തിൽ മോദിജി കേന്ദ്ര ഗവൺമെന്റ് പണിതത് 429 മെഡിക്കൽ കോളേജുകളാണ്. 65 വർഷം കൊണ്ട് കോൺഗ്രസ് പണിതത് 387 ആണെങ്കിൽ ഈ 11 വർഷം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ 429 മെഡിക്കൽ കോളേജുകൾ കൂടി അധികമായി പണിതു. കോൺഗ്രസുകാരന്റെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ ഒരേ ഒരു എയിംസ് മാത്രമാണ് ഉണ്ടായിരുന്നത്, സൂപ്പർ സ്പെഷ്യാലിറ്റി എയിംസ് ഹോസ്പിറ്റൽ. വാജ്പേയിയുടെ കാലഘട്ടത്തിൽ, അഭിവന്ദനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിജിയുടെ കാലഘട്ടത്തിൽ 6 എയിംസുകൾ കൂടി പണിതു. എന്നാൽ നരേന്ദ്രമോദിജി അതിന്റെ കൂടെ 15 എയിംസ് ഹോസ്പിറ്റൽ കൂടെ പണിത് 2026 രാജ്യത്ത് മൊത്തം 26 എയിംസ് ഹോസ്പിറ്റലുകൾ രാജ്യത്തിന് വേണ്ടി തുറന്ന് നിർമ്മിച്ച് നൽകുന്ന വികസനത്തിന്റെ തേരോട്ടത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നത്. അങ്ങനെ പറയാൻ നിന്നാൽ ഈ കാണുന്ന ഇത് മുഴുവനും നരേന്ദ്രമോദിജിയുടെ ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന ഓരോ പദ്ധതികളുടെ അതിന്റെ പട്ടികയാണ്. ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ നിന്നാൽ നേരം വെളുക്കും. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതാണ്. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ നമ്മളുടെ പ്രയത്നത്തെ ചെലവഴിക്കണം. നമ്മൾ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. രാജ്യത്തിന്റെ പുരോഗതി എന്ന കൃത്യമായ നാടിന്റെ വികസനം, നമ്മൾ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മറ്റുള്ള ജാതി സിഖും ബുദ്ധനും പാഴ്സിയും ജൈനനും മതമുള്ളവനും മതമില്ലാത്തവനും കമ്മ്യൂണിസ്റ്റും ക്യാപിറ്റലിസ്റ്റും അങ്ങനെ അകന്നൊടിഞ്ഞ് കമ്പാർട്ട്മെന്റുകളായി പരസ്പരം അകന്നൊടിഞ്ഞു പോവാനുള്ളവരല്ല. നമ്മുടെ ശത്രു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. നമ്മുടെ ശത്രു ഈ നാട് അനുഭവിക്കുന്ന പട്ടിണിയും പ്രയാസവും തൊഴിലില്ലായ്മയും അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശത്രു. നാം അതിനോടാണ് പടപൊരുതേണ്ടത്. നാം അതിനോടാണ് ശത്രുതയോടെ നിന്നുകൊണ്ട് പോരാടി വിജയിക്കേണ്ടത്. പട്ടിണിയോടും പരിവട്ടത്തോടും തൊഴിലില്ലായ്മയോടുമാണ്. നമ്മളെ പരസ്പരം അകറ്റാൻ വേണ്ടി, പരസ്പരം ശത്രുക്കളാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ
രാജ്യത്തിന്റെ പുരോഗതിയോ നാടിന്റെ അഭിവൃദ്ധിയോ അതൊന്നും പരിഗണിക്കാതെ ആളുകളെ പരസ്പരം കമ്പാർട്ട്മെന്റുകളാക്കി ആളുകളെ പരസ്പരം അകറ്റുവാനും ശത്രുക്കളാക്കുവാനും വേണ്ടിയുള്ള നിഗൂഢമായ ഗൂഢാലോചനകൾ, കോൺസ്പിറസികൾ, അതിന്റെ ഒരുപാട് ഉപചാപങ്ങൾ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ അത്തരം അജണ്ടകൾക്ക് പാത്രമായി പോകരുത്. നമ്മൾ അത്തരം അജണ്ടകൾക്ക് നാം നമ്മളുടെ വഴിവെച്ചു കൊടുക്കരുത്. കൃത്യമായ തിരിച്ചറിവുണ്ടാകണം. നമുക്കെല്ലാ മേഖലയിലും അവബോധമുണ്ടാകണം. എല്ലാ മേഖലയിലും അവബോധമുണ്ടാകണം. ഞാൻ എന്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഇവിടെ അഭിവന്ദനായ നമ്മുടെ ഉദ്ഘാടകൻ സുകുമാൻ ചേട്ടൻ പറഞ്ഞു, കാഞ്ഞങ്ങാട് എനിക്കത്ര പരിചയമില്ല. എനിക്ക് നല്ല പരിചയമുള്ള സഹായത്. ഞാൻ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ, കാസർഗോഡിന്റെ മണ്ണിലൊക്കെ വർഷങ്ങളോളം പള്ളിയിൽ ജുമാക്ക് ഖതീബായി വരുന്ന ആളാണ്. ഞാൻ കാസർഗോഡ് ടൗണിലെ അമയ റോഡ് സലഫിയിൽ വർഷങ്ങളോളം ഖുതുബ നടത്തിയ ഖതീബായിരുന്നു. വെള്ളിയാഴ്ച ഞാൻ മലപ്പുറത്തുനിന്ന് വരും. ജുമാ ഖുതുബ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോകും. അങ്ങനെ ഉണ്ടായിരുന്ന എനിക്ക് ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയക്കാം. എന്റെ ഫോണിൽ അദ്ദേഹത്തിന് നമ്പരൊന്നുമില്ല. ഞാൻ ചോദിച്ചു ആരാണ്? അപ്പൊ ഇന്ന ആളാന്ന് പറഞ്ഞു, സലാം പറഞ്ഞു. അപ്പൊ എന്നോട് പറയാ, നീ എങ്ങനെയാണ് ബിജെപിയുടെ കൂടെ നിൽക്കുന്നത്? നിനക്കെങ്ങനെയാണ് ബിജെപിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്? ആർഎസ്എസിന്റെ അജണ്ട എന്താ നിനക്കറിയോ? ആർഎസ്എസിന്റെ അജണ്ട നിനക്കറിയുമോ? അത് കൃത്യമായി നിങ്ങൾ കേൾക്കണം, കൃത്യമായി നിങ്ങൾ അറിയണം. ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ ഈ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവാൻ കഴിയണം. സ്നേഹത്തിലും ഐക്യത്തിലും നാട് ജീവിച്ച ആ മനോഹരമായ പഴയ കാലത്തിന്റെ നമ്മൾ പുതിയ കാലം വെട്ടിയൊരുക്കേണ്ടത് അതൊന്നൊഴിഞ്ഞു മാറാനല്ല. പരസ്പരം ശത്രുക്കളാവാൻ മത്സരിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ സുഹൃത്ത് പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്, നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നിനക്ക് എങ്ങനെയാണ് കഴിയുന്നത് ബിജെപിയുടെ സ്റ്റേജിൽ പോയി സംസാരിക്കുവാൻ? പള്ളി മിമ്പറിൽ ഖുത്ബ നടത്തിയിരുന്ന നിനക്ക് എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്ന് സുഹൃത്ത് ചോദിക്കുക. ഞാൻ പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പറയല്ല. നിങ്ങൾക്കിടെ കൈകളിലേക്ക് എന്റെ ഫോൺ തരാം. ആ സുഹൃത്തിന്റെ വോയിസ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നോട് ചോദിക്കുക എങ്ങനെയാ കഴിയുന്നത്? ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, മതനിരാശ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം മതനിരാശ പ്രസ്ഥാനമല്ല. മതവിശ്വാസത്തിനും ആചാരത്തിനും എന്റെ വിശ്വാസത്തിനും ആചാര അനുഷ്ഠാന കർമ്മ പദ്ധതികൾക്ക് അത് നിർവഹിക്കരുത് എന്ന് എന്നോട് പറയുന്നില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറയാ, നിനക്ക് വിചാരധാര അറിയുമോ? വിചാരധാരയിൽ പറയുന്നുണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിമീങ്ങളും അതുപോലെ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവരെ പുറത്താക്കണം, അവരോട് യുദ്ധം ചെയ്യണം, പോരാടണം. വിചാരധാരയിലില്ലേ? നീ എങ്ങനെയാ അത് അംഗീകരിച്ചിട്ട് അവിടെ നിൽക്കുന്നത് എന്ന്? അപ്പോ ഞാൻ പറഞ്ഞു, അതിനൊക്കെ ഓരോ സാഹചര്യങ്ങളുണ്ട്. ഞാൻ എന്റെ സുഹൃത്തിനോട് തിരിച്ചു ചോദിച്ചു, എന്ത്? അപ്പോ വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ടല്ലോ, ഫഖത്തുൽ മുശ്രികീന ഹൈസു വജദ്തുമൂഹും വഖുദൂഹും വഹ്ശുറുഹും വഖഉദൂ ലഹും കുല്ല മർസദിൻ. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? നിങ്ങൾ മുശ്രിക്കീങ്ങളെ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയണം. നിങ്ങൾ അവരെ പിടികൂടാൻ പതിയിരിക്കണം. നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവരെ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയണമെന്ന് ഖുർആനിലെ സൂറത്ത് തൗബയിൽ ആയത്തില്ലേ? നേരം വെളുത്തി നേരാവുമ്പോ നീ പതിയിരുന്ന് എത്ര ആൾക്കാരെ കൊന്നു എന്ന് ചോദിച്ചു ഞാൻ. അപ്പോ ഒരു 5-8 മിനിറ്റിന് പിന്നെ മെസ്സേജ് ഇല്ല, പിന്നെ മറുപടിയില്ല. പിന്നെ വരുന്ന വോയിസ് എന്താണെന്നറിയോ? നീ ഇപ്പോ നിരീശ്വരവാദിയായിരിക്കുന്നു, യുക്തിവാദിയായിരിക്കുന്നു. അപ്പൊ ഞാൻ യുക്തിവാദിയായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെ യുക്തിവാദിയായത്? ഞാൻ ഇത് പറഞ്ഞു, ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ ഈ പറയുന്ന നിങ്ങൾ ശത്രുക്കളെ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയണമെന്ന് പറയുന്നത് കാണുന്ന ആളുകളെ മുഴുവനും
കൊന്നു കളയാനുള്ള പ്രഖ്യാപനമല്ല, അതിന് യുദ്ധത്തിന്റെ ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളും ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളിലെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളായി വന്ന് അവരോട് പടപൊരുതി, അവരെ പ്രയാസപ്പെടുത്തി, അവരെ മക്കളെ കൊന്നുകളഞ്ഞ് അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ, അവരുടെ സമ്പത്ത് പിടിച്ചെടുത്ത ശത്രുക്കളുമായുള്ള പോരാട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്താണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുള്ളത്. അപ്പോ ആ കാര്യം എനിക്ക് അവനോട് ഇങ്ങനെ പറയേണ്ടി വന്നപ്പോ എന്നെ യുക്തിവാദിയാക്കി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഈ കാഞ്ഞങ്ങാട്ടെ കല്യാൺ റോഡിൽ എന്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മുസ്ലിമീങ്ങളോടല്ല, ക്രിസ്ത്യാനികളോടല്ല, ഹിന്ദുക്കളോടല്ല, ഭാരത മഹാരാജ്യത്തിലെ പൗരന്മാരോട്, എന്റെ ജ്യേഷ്ഠാനുജന്മാരോട്, എന്റെ കാരണവന്മാരോട്, എന്റെ അമ്മമാരോട്, എന്റെ അച്ഛന്മാരോട്, നേതാക്കളോട്, എന്റെ പ്രിയപ്പെട്ടവരെ, അറിയണം നമ്മൾ, പഠിക്കണം നമ്മൾ. വിഭാഗീയതയുടെ, വർഗീയതയുടെ, അക്രമത്തിന്റെ, അരാജകത്വത്തിന്റെ, പരസ്പരം അകന്നൊഴിഞ്ഞ് ഭിന്നിച്ചു മാറിപ്പോകാൻ വെമ്പൽ കൊള്ളുന്ന വർത്തമാനകാല ദർപ്പണത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സാഹചര്യം എന്താണെന്നറിയോ? ഗുരുജി വിചാരധാരയിൽ ഈ കാര്യം ഉദ്ധരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം, ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ അവിഭക്ത ഭാരതത്തിന്റെ അവസ്ഥാവിശേഷം എന്താ? ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും മ്യാൻമറും ശ്രീലങ്ക അടക്കമുള്ള ഒരു മഹാബൃഹത്തായ രാജ്യം. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സാഹചര്യം എന്താ? സ്വന്തമായി മതാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി മുറവിളി കൂട്ടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഒരു ഭാഗത്ത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടെന്ത് കാര്യമാണ്? സ്വാതന്ത്ര്യം കിട്ടിയിട്ടെന്ത് കാര്യമാണ്? ലാത്ത വന്ന് ലാത്ത പോയി മനാത്ത വരും എന്നല്ലാതെ മറ്റെന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ച മൗദൂദിസ്റ്റ് ചിങ്കായിസ്റ്റുകൾ. എന്താ ഇത് പറയുന്നത് മനസ്സിലായോ? ലാത്ത പോയി മനാത്ത വരിക എന്ന് പറഞ്ഞാൽ താത്ത പോയി വെല്ലാത്ത വരിക എന്നല്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അമുസ്ലിമീങ്ങളായ ആളുകൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളുടെ പേരാണ് ലാത്തയും മനാത്തയും. അത് രണ്ടും വർജ്യമായിരുന്നല്ലോ. അപ്പോ ബ്രിട്ടീഷുകാര് പോയി ഇവിടെ ജനാധിപത്യം വന്നാൽ ലാത്ത പോയി മനാത്ത വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യമില്ല, ഇടത്തെ കാലത്ത് വന്ന് വലത്തെ കാലം വെക്കാവുന്നല്ലാത്ത വേറെ വിപ്ലവമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളോട് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അവരെ പുറകോട്ട് വലിച്ച മൗദൂദിസ്റ്റ് ജിങ്കോയിസ്റ്റുകൾ ഒരു ഭാഗത്ത്, അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആളുകൾ, പല രീതിയിൽ ഭാരത മഹാരാജ്യത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ക്രയശേഷി നശിപ്പിച്ചപ്പോ അത് കണ്ട് രാജ്യത്തോട്, രാഷ്ട്രത്തോട് അതിയായ സ്നേഹമുള്ള ഗുരുജി പറഞ്ഞതായിരിക്കാം അത്. എന്ത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പരസ്പരം പോരടിക്കലല്ല, രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളലാണ്. അത് പറയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം കൂടെ പറയട്ടെ. 1971 ജനുവരി 30 പ്രസിദ്ധനായ പത്രപ്രവർത്തകനായ ഡോക്ടർ സൈഫുദ്ദീൻ ജിലാനിയുടെ ഒരു ചോദ്യത്തിന് ഗുരുജി ഗോൾവാൾക്കർ മറുപടി പറഞ്ഞത്, ഹിന്ദുക്കൾ ഏതെങ്കിലും കാരണത്താൽ രാഷ്ട്രത്തിനെതിരെ തിരിഞ്ഞാൽ പിന്നെ ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല, ഞാൻ പിന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കില്ല എന്ന് പറഞ്ഞ ഗുരുജി, അദ്ദേഹം രാഷ്ട്രത്തെയാണ് സ്നേഹിച്ചത്. രാഷ്ട്രത്തെയാണ് അദ്ദേഹം അതിയായി സ്നേഹിച്ചത്. ആ രാഷ്ട്രത്തോടുള്ള അതിയായ സ്നേഹത്തിന്റെ അതിപ്രസരത്തിൽ പറഞ്ഞ അതിനും സാഹചര്യങ്ങളില്ലേ? അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടെ പറയട്ടെ. ഞാൻ ഖുർആനിലെ യുദ്ധത്തിന്റെ സാഹചര്യം പറഞ്ഞു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഭാരത മഹാരാജ്യത്തിലെ അന്നത്തെ സന്ദർഭം പറഞ്ഞു. കാരുണ്യത്തിനും സ്നേഹത്തിന്റെയും നിറകുടമായ യേശുക്രിസ്തു വരെ ചാട്ടവാറെടുത്തിട്ടുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ബൈബിൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്നേഹം ഉദ്ഘോഷിച്ച യേശുക്രിസ്തു ഒരു വേള ഞാൻ വാളാകുന്നു എന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിലുണ്ട്. മുകളിൽ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും അതിലും കീഴെ വെള്ളത്തിലെങ്കിലും ഒരു വസ്തുവിന്റെയും പ്രതിമയുണ്ടാക്കരുത്, പ്രതിഷ്ഠയുണ്ടാക്കരുത്. ആ വിഷയത്തിൽ ഞാൻ കർക്കശ
ലക്ഷ്യമുള്ള ദൈവമാണ്, ആയിരങ്ങളെ പകക്കുന്ന ദൈവം. അവിടെ കാഠിന്യമാണ് പ്രഖ്യാപിക്കുന്നത്, അവിടെ കാഠിന്യമാണ് പ്രഖ്യാപിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സാഹചര്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. നിങ്ങൾക്കറിയുമോ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പരസ്പരം യുദ്ധം ചെയ്യാൻ വേണ്ടി അഭിമുഖമായി നിൽക്കുന്ന കൗരവരും പാണ്ഡവരും, പാണ്ഡവ പക്ഷത്തെ വില്ലാളി വീരനായ അർജുനന് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. അർജുനൻ വിഷാദനായി വിഷണ്ണനായി നിൽക്കുകയാണ്. കാരണമെന്താ? തന്റെ എതിർച്ചേരിയിലുള്ളത് ഗുരുനാഥനാണ്, ദ്രോണാചാര്യർ, ഭീഷ്മ പിതാമഹരാണ്, അതുപോലെ തന്റെ പിതൃവ്യത്തിന്റെ മക്കളാണ്, ബന്ധുക്കളാണ്. അവരെ ഞാനെങ്ങനെ കൊന്നെടുക്കുമെന്ന വിഷാദത്തോടുകൂടി യുദ്ധം ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന അർജുനന്റെ മുമ്പിൽ കൃഷ്ണന്റെ വേദോപദേശം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിരുഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഏതേതു കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുകയും അധർമ്മത്തിന് അഭ്യുന്നതി കൈവരിക്കുകയും ചെയ്യുമ്പോ സാധു സംരക്ഷണത്തിന് വേണ്ടി, ദുഷ്ടജനങ്ങളുടെ നിഗ്രഹത്തിന് വേണ്ടി, ഭൂമിയിൽ ദൈവീക ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഞാൻ അവതാരമെടുക്കുമെന്ന് കൃഷ്ണന്റെ വേദോപദേശം വന്നപ്പോഴും യുദ്ധത്തിന് അതിന് സന്നദ്ധനാവാൻ കഴിയാതെ സങ്കടത്തോടെ വിഷാദത്തോടു കൂടി നിൽക്കുന്ന അർജുനന്റെ മുമ്പിൽ കൃഷ്ണന്റെ ശക്തമായ പ്രഖ്യാപനം, ഹതോവാ പ്രാപ്സ്യസി സ്വർഗ്ഗം ജിതോവാ ഭക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, തളരരുത്, പതറരുത്, നിരാശപ്പെടരുത്, പോരാടണം. ഈ പടർക്കളത്തിൽ അടർക്കളത്തിലിറങ്ങി പോരാടണം. ഹതോവാ പ്രാപ്സ്യസി സ്വർഗ്ഗം. ഈ യുദ്ധം ജയിച്ചാൽ നിനക്കിവിടെ, നീ യുദ്ധത്തിൽ നീ മരിച്ചുപോയാൽ നിനക്ക് സ്വർഗം പ്രാപിക്കാം. ജിതോവാ ഭക്ഷ്യസേ മഹീം. ഈ യുദ്ധത്തിൽ ജയിച്ചാൽ നിനക്കിവിടെ രാജാവായി അധികാരം വാണരുളാം. അതുകൊണ്ട് തസ്മാത്, ആയതിനാൽ, ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ കുന്തി പുത്ര, നിരാശ വെടിഞ്ഞ്, വിഷാദം വെടിഞ്ഞ് അടർക്കളത്തിലിറങ്ങി പോരാട്. ധർമ്മത്തിന് വേണ്ടി അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബന്ധുമിത്രാദികളെപ്പോഴും പരിഗണിക്കേണ്ടതില്ല എന്ന് അർജുനന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്ന കൃഷ്ണന്റെ സുന്ദരമായ വേദോപദേശം. അത് കാണണ കുടുംബക്കാരെ, ഗുരുനാഥനെ കണ്ട തട്ടിയേക്ക്, വലിയാപ്പാനെ കണ്ട കൊന്നേക്ക്, എളാപ്പാന്റെ കുട്ടികളെ കണ്ട ശരിയാക്കിയേക്ക് നല്ല. അതിന് സന്ദർഭമുണ്ട്, അതിന് സാഹചര്യമുണ്ട്. ഓരോന്നിനും വിശുദ്ധ ഇസ്ലാമിൽ അതിന് പറയാ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം എന്നാണ്. അവ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ അർജുനന്റെ മുമ്പിൽ കൃഷ്ണൻ ഉദ്ധരിക്കുന്ന ഈ വേദോപദേശം വെച്ച് കാണുന്നവരൊക്കെ കൊല്ലാനാണോ? അല്ല, ധർമ്മത്തിന് വേണ്ടി അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ ഇത് നമ്മളെ കാര്യം മാത്രം പറയുമ്പോ അതിന് ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്. എന്തുട്ട്? നമ്മളിട്ട ബർമുട, മറ്റൊരിട്ട സൗസർ. അപ്പൊ അങ്ങനെ വേണ്ട. ബർമുട ഇടാണെങ്കിൽ എല്ലാവരും ബർമുട ഇടുക, അല്ലെങ്കിൽ എല്ലാവരും സൗസറുമ്പിൽ നിന്നാ മതി. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. ഈ നാട് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം. ഈ രാജ്യത്തെ പുനർക്രമീകരിക്കാൻ കഴിയണം. നമ്മൾ പരസ്പരം അകന്നൊഴിഞ്ഞു മാറിപ്പോവേണ്ടവരല്ല. നാടിന്റെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം നാടിന് നഷ്ടപ്പെട്ടു പോയ സകല നന്മകളും തിരിച്ചുപിടിക്കാൻ രാഷ്ട്രീയപരമായി, വ്യാവസായികപരമായി, വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതോടൊപ്പം നമുക്ക് കൈമോശം വന്നു പോകുന്ന, നമുക്ക് കൈമോശം വന്നു പോയ, നമ്മിൽ നിന്നറിയാതെ അകന്നൊഴിഞ്ഞു പോയ സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ ഉജ്ജ്വലമായ അവതാരത്തെ വാരി പുണരാൻ, നെഞ്ചോട് ചേർത്തു പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ ഒന്നാണ് പ്രിയപ്പെട്ടവര്, നമ്മളെല്ലാവരും ഒന്നാണ്. ഇസ്ലാം പഠിപ്പിച്ചു, മനുഷ്യരെല്ലാവരും ഒരു മാതാവിന്റെ, പിതാവിന്റെ മക്കളാണ്, ആദമിന്റെ ഹവ്വയുടെ മക്കളാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു.
ബൈബിള് പഠിപ്പിച്ചു മനുഷ്യരെല്ലാവരും ആദാമിന്റെ ഹവ്വയുടെ മക്കളാണ്. തിരുമേനി ഊന്നിപ്പറഞ്ഞു കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. മനുഷ്യരെല്ലാവരും ആദമിന്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്നാണ്. തിരുമേനി കൂടെ ചേർന്ന് പറഞ്ഞു ഇന്നന്നാസ കുല്ലുഹും സവാസിയ കഅസ്നാനിൽ മിസ്ക്. മനുഷ്യരെല്ലാവരും സമന്മാരാണ്. തിരുമേനി ഉദാഹരണം പറയുന്ന ചെറുപ്പിന്റെ പല്ല് കണക്ക് ഇന്നമാ അന ശഹീദുൻ അന്നന്നാസ കുല്ലുഹും ഇഖ്വാന. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഏകോദര സഹോദരങ്ങളാണെന്നതിന് പടച്ചവനെ ഞാനിതാ നിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നു. ഇത് ഖുർആനിന്റെയും ബൈബിളിന്റെയും സമന്വിതമായ പ്രഖ്യാപനമാണ്. എന്താണ് ഹൈന്ദവ സനാതന ധർമ്മം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത്? മാതാ പാർവതീ ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവ മാനവ സർവേം സ്വദേശ ഭുവനത്രയം സർവേ വിസുഖിന സന്തു സർവേ സന്തു നിരാമയ. മനുഷ്യരെല്ലാവരും ബന്ധുക്കളാണ്. മാതാവ് പാർവതീ ദേവി, പിതാവ് മഹേശ്വര ദേവൻ, മനുഷ്യരകിലവും ബന്ധുക്കളാണ്. ഈ ഭൂമിയാകുന്ന ഭവനത്തിൽ ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളെന്ന പോലെ ഒരുപോലെ അധിവാസം കൊള്ളേണ്ടവരാണ് നമ്മൾ. ഇതാണ് വേദം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അദ്ദേഹത്തിന്റെ സുഖം എന്ന കാവ്യ കല്ലജങ്ങളിൽ മനോഹരമായി പറഞ്ഞു: ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽപ്പൂ നന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഇതാണ് നമ്മൾ, ഇങ്ങനെയാവണം നമ്മൾ. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒന്നിച്ചൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കിടയിൽ ഒരു വിഭാഗീയതയും ഉണ്ടാകരുത്, നമുക്കിടയിൽ ഒരു അകൽച്ചയും ഉണ്ടാകരുത്. നാം ഒരാളെയും നോവിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ വേണ്ടി, ഈ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ വേദിയിൽ ഞാൻ വന്ന് കയറി നിന്ന് സംസാരിക്കുമ്പോ ഞാൻ എന്റെ സമുദായത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന കൂരമ്പുകൾ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല, ഞാൻ അതൊന്നും പരിഗണിക്കുന്നില്ല, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഞാനൊരു അവധൂതനെ പോലെ, ഞാൻ വലിയ സംഭവമാണ്, ഞാനെന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഞാൻ മനസ്സിലാക്കിയ ഒരു പരമാർത്ഥമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ സംസ്ഥാനം ഇത് ഭരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കൈയടിക്കാൻ വരട്ടെ, സമയവും കൈയടിക്കാനായിട്ടില്ല. കേരള സംസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നത് കാണുന്നത് ഇവിടെയുള്ള ആളുകളുടെ മക്കളായിരിക്കില്ല, ഇവിടെയുള്ള ആളുകളുടെ പേരക്കുട്ടികളായിരിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കുന്നത് കാണുന്നത് ഇവിടെയുള്ള ഓരോ പൗരന്മാരുമായിരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഭാരതീയ ജനതാ പാർട്ടി കേരള മഹാസംസ്ഥാനം ഭരിക്കും. ആ സന്ദർഭത്തിൽ ഞാൻ എന്റെ സമുദായത്തോട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ മുന്നിൽ വെച്ച് സമുദായത്തെ നേർക്കുനേരെ നിർത്തിക്കൊണ്ട് താരിഖ് ഇബ്നു സിയാദ് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. വഅലമു അന്നകും ഫീ ഹാദിഹിൽ ജസീറത്തി ഔലിഅ മിനൽ ഐതാമി ഫീ മഅജുബത്തിൽ ലിഅം. എന്റെ സമൂഹമേ, സമുദായമേ, നിങ്ങൾ ഇവിടെ അലംഭാവത്തോടെ പിന്മാറിക്കഴിഞ്ഞാൽ, നിങ്ങൾ പിന്മാറി നിന്നാൽ നിങ്ങളുടെ അവസ്ഥാവിശേഷം എന്തായിരിക്കുമെന്നോ, നിന്യരും നീചരുമായ ആളുകൾ നടത്തുന്ന സദ്യയിലേക്ക് ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞു കയറി വന്ന യതീമുകളെക്കാൾ മോശമായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് താരിഖ് ഇബ്നു സിയാദ് പിന്നെ പറയുന്നുണ്ട്, വാളെടുത്ത് പോരാടാൻ, നിങ്ങളുടെ കൈകളിലുള്ള വാളെടുത്ത് പോരാടിക്കോ, യുദ്ധം ചെയ്തോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കെന്റെ സമുദായത്തോട് പറയാനുള്ളത്, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് വാളെടുത്തുകൊണ്ടല്ല, വാളിനേക്കാൾ ശക്തമായ, ബുള്ളറ്റിനേക്കാൾ ശക്തിയുള്ള ബാലറ്റ് കൊണ്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. ആ ബാലറ്റ് കൊണ്ടുള്ള യുദ്ധം എങ്ങനെയാണെന്നറിയോ പ്രിയപ്പെട്ടവർ?
പ്രിയപ്പെട്ടവരെ, ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് മാറ്റുന്ന മാന്ത്രികതയല്ല, മറിച്ച് ഈ നാടിന്റെ പുരോഗതിക്ക്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് കേരള സംസ്ഥാനത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന അധികായൻ, അദ്ദേഹം നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. യാതൊരു തരത്തിലുമുള്ള വിവേചനം ഒരാളോടുമില്ല, യാതൊരു തരത്തിലുമുള്ള പ്രീണനവും ഒരാളോടുമില്ല. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന, വരിയുടെ ജാഥയുടെ ഏറ്റവും പിറകിലുള്ളവനെയും ചേർത്ത് നിർത്തി പരിഗണിക്കുന്ന ആ ഒരവസ്ഥയിൽ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഒത്തൊരുമയോടെ ഒന്നിച്ചൊരുമിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം. ഈ ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ സമാഗതമായിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, സുദീർഘമായി സംസാരിക്കണമെന്നുണ്ട്. അടുത്ത പനിയും ജലദോഷവും എല്ലാ ബുദ്ധിമുട്ടിലുമാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. അതിനുള്ളതിനു വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അത് നിസ്സാരമായി കാണാതെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വീടുകളിലേക്കും കയറി ചെന്ന് ഓരോ വീട്ടുകാരെയും കണ്ട് മോദിജിയുടെ വികസന വിപ്ലവത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ടിലെ അധ്യായങ്ങൾ ഓരോ കുടുംബത്തിലെ അമ്മമാരുടെ മുമ്പിൽ, കുടുംബനാഥന്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, മരുമക്കളുടെ മുമ്പിൽ പറഞ്ഞുകൊടുത്ത് ഈ വികസനങ്ങളെല്ലാം നമുക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ്. അതെല്ലാം നമുക്ക് നേടിയെടുക്കണം. ഒന്നും നഷ്ടപ്പെട്ടു പോവാതെ കമ്മാരേട്ടന്റെ അമരസ്മരണകൾ കൊണ്ട് തങ്ങി നിൽക്കുന്ന സമ്പന്നമായ ഈ പ്രദേശത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ വന്ന നമ്മുടെ മുഴുവൻ സാരഥികളെയും സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി അവരെ വിജയിപ്പിച്ച് നമ്മളുടെ ഭരണകേന്ദ്രത്തിലേക്ക് അയക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ഒന്നിച്ചു നിൽക്കാൻ, ഒരുമിച്ച് നിൽക്കാൻ, പരസ്പരം സ്നേഹിച്ചു നിൽക്കാൻ, മത്സരമില്ലാതെ, പകയില്ലാതെ, വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ നാടിന്റെ പുരോഗതി എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. പൂന്താനത്തെ ഉദ്ധരിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉടയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്ന് ചോദിച്ച പൂന്താനം മഹാകവിയെ പോലെ പരസ്പര സ്നേഹത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ ഇതിഹാസം രചിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ബി ജെ പി.